Hello everyone, Anjaliana. So, ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. And everyone, welcome to my YouTube channel. So, ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഓസ്റ്റിനിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ആ ഒരു ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഓക്കെ ഇത് എൻ്റെ. അപ്പോൾ everyone, welcome to our video. ഹലോ ഓൾ. അപ്പോൾ അതേ നമ്മൾ എയർപോർട്ട് റോഡ് എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പാക്കിങ്ങും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സീനും എല്ലാം കൂട്ടി ഈ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര സെഡായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ പേരൻസും അനിയത്തിയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ എന്നോർത്ത് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതെ നമ്മൾ എയർപോർട്ട് എത്തി. എയർപോർട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അമ്മയ്ക്ക് ഞാൻ സിമ്മ് ഊരി കൊടുത്തില്ലായിരുന്നു. എല്ലാ തവണയും ഞാൻ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ സിമ്മ് കൊടുത്തിട്ടാണ് പോവാറ്. അമ്മയാണ് എൻ്റെ സിമ്മിനെ 3 മാസം കൂടുമ്പോൾ റീചാർജ് ചെയ്ത് ലൈവാക്കി വയ്ക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കാം. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നല്ല ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള എല്ലാവരുടെയും ബാഗേജ് നോക്കിയിട്ട് സുനിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു, വാവേ നമുക്കാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. സിമുവിൻ്റെയൊക്കെ ബാഗിൻ്റെ മുകളിൽ അവളുടെ ടോയ്സ് ഞങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ടേക്കായിരുന്നു. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് 4 വലിയ ബാഗും ഒരു സ്ട്രോളറും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റിക്ക് ചെന്നപ്പോൾ എൻ്റെ ബാഗിൽ ലാപ്ടോപ്പ് തൊട്ട് എയർപോർട്ട് വരെ ഇൻക്ലൂഡിങ് എല്ലാത്തിൻ്റെയും ചാർജർ അവർ പുറത്തെടുപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലെത്തി സമാധാനമായിട്ടിരിക്കുകയാണ്. വന്നിരിക്കുകയല്ല, സിമ്മുകുട്ടി നേരത്തെ എന്തോ പ്ലാൻ ചെയ്ത് വെച്ച പോലെ അവൾ ഡയപ്പർ ബാഗൊക്കെ തുറന്ന് അതിലെ സാധനങ്ങൾ വലിച്ച് പുറത്തിടാൻ തുടങ്ങി. സുനിലും സുനിലിൻ്റെ ബാഗും ഡോക്യുമെൻസും എല്ലാം റീഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ബേബിയുടെ കൂടെ ഇരിക്കുകയാണ്. സിമു അങ്ങനെ ആ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തി. ഇനി ആ ബോർഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അങ്ങനെ ഫ്ലൈറ്റ് കയറിയതും ഒരാൾ കേരളത്തിൽ നിന്നുള്ള ടേക്ക് ഓഫ് കാണുമെന്ന് പറഞ്ഞിട്ട് വിൻഡോ സീറ്റിൽ ചാടിക്കയറി നിന്നിട്ടുണ്ട്. എനിക്കും എൻ്റെ ഫേവറേറ്റ് പരിപാടി കിട്ടി. എൻ്റെ നെക്സ്റ്റുള്ള സീറ്റ് എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ബേബിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഫുൾ റോ നമുക്ക് കിട്ടിയോണ്ട് നല്ല സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ടേക്കിംഗ് ഓഫ് ഫ്രം ഇന്ത്യ. അങ്ങനെ സുനിലിൻ്റെ കേരളത്തിലെ മൺസൂൺ എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ പോവാണ്. സുനിലിന് ഇവിടുത്തെ മൺസൂണൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞുള്ള സ്ഥിരം കാഴ്ച, സിമ്മ് ബോധം കിട്ടും, നമുക്ക് ഫുഡൊക്കെ എത്തി.
ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ ഡയറക്റ്റ് ആ ബ്രിഡ്ജ് വെച്ചിട്ട് എയർപോർട്ടിൽ കയറ്റുകയല്ല ചെയ്യണേ, പകരം ഇതുപോലെ ബസ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാണ് ചെയ്യണേ. കാര്യം കുറച്ച് മടുപ്പൊക്കെ ആയിരുന്നെങ്കിലും സിമ്മു ഇവിടെ നല്ല മുറുക്ക പിടിച്ചിരുന്ന് ഒരു ഫ്ലൈറ്റ് പോലും മിസ്സാവാണ്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 6 hour ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഒരു ലോഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എടുത്ത അതേ ലോഞ്ച് തന്നെ, ഒറിക്സ് ലോഞ്ച് ആണ് അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി ലോഞ്ചിലേക്ക് പോവാം. പിന്നെ നമുക്ക് കുറേ ക്യാരി ഓൺ ബാഗൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അവിടുത്തെ ഷോപ്പിംഗ് കാർട്ട് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യും. ഞങ്ങൾക്ക് 2 ബാഗും പിന്നെ ബേബീനെയും ഒക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ബാഗ് ഞങ്ങൾ ആ കാർട്ടിൽ വെച്ചിട്ട് ബേബീനെ കൈ പിടിക്കുക ചെയ്തത്. ഒരാൾ കാർട്ടൊന്നും മറ്റാൾ ബേബീനെ നോക്കും. അത് ഭയങ്കര ഈസി ആയിരുന്നു. നാട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഐഡിയ അറിയില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഞാനത് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ലോഞ്ചിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഒറിക്സ് ലോഞ്ച് എത്തി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അൽമഹ ലോഞ്ച്. ഇത് രണ്ടും നോർത്തിലുള്ളതാണ് കേട്ടോ. ഇനി സൗത്തിൽ ഒരു അൽമഹയുണ്ട്. അതിലാണെങ്കിൽ കിടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഫുള്ളായിരുന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. Careful, Simo. ആഫ്റ്റർ ലോങ് 6 hours നമ്മൾ നമ്മുടെ ലോങ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ലോങ് ഫ്ലൈറ്റിൻ്റെ അകത്തെ സ്പേസ്. ഞാൻ പണ്ട് എടുത്ത വീഡിയോ ആണത്, പക്ഷേ കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഫസ്റ്റ് ഫുഡൊക്കെ എത്തി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ഓപ്ഷനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാലഡും ഡെസേർട്ടും പിന്നെ സ്പ്രൈറ്റും വാട്ടറൊക്കെ ആയിട്ട് അവർ തരും. പിന്നെ സിമ്മു ഫുൾ ടൈം അവിടെ ഇരുന്ന് കളിയായിരുന്നു. നിലത്തിരുന്നുള്ള കളിയായിരുന്നു. പിന്നെ ഞങ്ങളും ഒന്നും പറയാൻ പോയില്ല. ലൈക്ക് 17 hours നമ്മളവിടെ ഇങ്ങനെ നിലത്ത് വയ്ക്കാണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. സോ ഞങ്ങൾ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് ഓർത്തു. പിന്നെ ബാസ്നെറ്റിൽ കിടത്തി ഉറക്കാനൊക്കെ നോക്കി. കുറേ നേരം ഉറങ്ങി, കുറേ നേരം കളിച്ചു. അങ്ങനെയൊക്കെ 16-17 hours കഴിഞ്ഞു. ഈ ഫ്ലൈറ്റിൻ്റെ വേറെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോങ് ഫ്ലൈറ്റ് മിക്കതും തന്നെ പുത്തൻ ഫ്ലൈറ്റുകളായിരിക്കും. എല്ലാത്തിലും തന്നെ ഈ ക്യാമറ ഉണ്ടാവും. 3 വ്യൂവിൽ ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഫ്ലൈറ്റ് മാത്രമല്ല, അതിൻ്റെ ചുറ്റിനുള്ള സ്ഥലം ഇതുപോലെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ചുറ്റുമുള്ള ഏരിയ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല രസമാണ് ഈ ഫ്ലൈറ്റ്. ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്യുകയാണ് US. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയർപോർട്ട് ഡാലസ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഇനി നമുക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകണം. സുനിൽ ഓൾറെഡി ഓടിക്കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പുള്ളിനെ കണ്ടുപിടിച്ച് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിറങ്ങട്ടെ. അങ്ങനെ ഇമിഗ്രേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമിഗ്രേഷൻ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ് കിട്ടി. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബാഗേജ് ക്ലെയിം ആണ്, വിച്ച് ഈസ് എ ലിറ്റിൽ ബിറ്റ് ചലഞ്ചിങ് ഫോർ അസ്.
എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ചെക്ക്ഡ് ഇൻ ബാഗും പിന്നെ സിമുവിൻ്റെ സ്ട്രോളറുണ്ട്. പിന്നെ അതുകൂടാതെ 2 ക്യാരി ഓൺ ബാഗും പിന്നെ അവളുടെ ഡയപ്പർ ബാഗും ഉണ്ട്. അപ്പോൾ ഒരാൾ സിമുവിനെ അവളുടെ സ്ട്രോളറിനെയും ഡയപ്പർ ബാഗിനെയും പിടിച്ചു കഴിഞ്ഞാൽ മറ്റാൾ വേണം ബാക്കിയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ലഗേജാണ് ഞങ്ങൾക്ക് പിടിക്കാനായിട്ടുള്ളത്. ഇനി സിമുവിൻ്റെ സ്ട്രോളർ വരാനുണ്ട്. അപ്പോൾ സിമുവിനെയും സ്ട്രോളറിനെയും ഡയപ്പർ ബാഗിനെയും ഒരാൾ പിടിക്കേണ്ടി വരും, ബാക്കിയെല്ലാം മറ്റാൾ പിടിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ വെച്ച് തന്നിട്ട് സുനിൽ സിമുവിൻ്റെ സ്ട്രോളർ നോക്കാൻ വേണ്ടി പോയേക്കാണ്. ഈ ഫ്ലൈറ്റിൽ സ്ട്രോളറും ലഗേജും അവർ 2 സ്ഥലത്തായിട്ടാണ് വയ്ക്കുക. അതുകൊണ്ട് ലഗേജ് വരുന്ന സമയത്തായിരിക്കില്ല സ്ട്രോളർ വരിക. സ്ട്രോളർ എവിടെയാണ് വരിക എന്ന് ഓരോ എയർപോർട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ സ്ട്രോളറൊക്കെ കിട്ടി. നമ്മൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു. സ്ട്രോളർ ഇത്തവണ ചെക്ക് ഇൻ ചെയ്തില്ല കേട്ടോ. നമ്മൾ US എല്ലാ എയർപോർട്ടിലും സ്ട്രോളർ നമുക്ക് ഗേറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഇനി തൊട്ട് സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്യില്ല. ഇനി നമ്മൾ ഗേറ്റ് വരെ ബേബിയുടെ സ്ട്രോളർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. യൂഷ്വലി ഇവിടുത്തെ എയർപോർട്ടുകളിലെല്ലാം നമുക്ക് ലാപ്ടോപ്പും പിന്നെ കൂടിപ്പോയ ഐപാഡും മാത്രം പുറത്തിറക്കിയാൽ മതിയാവും. ബാക്കിയെല്ലാം ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി. അതുകൊണ്ട് പകുതി ആശ്വാസം. പക്ഷേ സിമ്മുവിൻ്റെ ഡയപ്പർ ബാഗിൽ അവളുടെ പാലുണ്ടാക്കാനുള്ള വെള്ളവും ഫുഡും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ തവണയും സിമ്മുവിൻ്റെ ഡയപ്പർ ബാഗ് സെക്കൻഡറിക്ക് പോകും. പിന്നെ നമ്മൾ ഓഫീസറിൻ്റെ അടുത്ത് പോയി നിന്ന് അവർ ആ വെള്ളം ടെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു തന്ന് അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ. US അവർക്ക് ഇങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് മെഷീനുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത് അവർ നല്ല വെള്ളമാണോ എന്ന് നോക്കും. ദോഹയിലാണെങ്കിൽ അവർ ഈ വെള്ളത്തിൻ്റെ എല്ലാ ബോട്ടിലും കുറച്ച് നമ്മളോട് കുടിക്കാൻ പറയും. അങ്ങനെയാണ് അവർ ദോഹയിൽ വെള്ളം ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൈലിങ്ക് വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ടെർമിനൽ ഡിയിലാണുള്ളത്. ഈ ടെർമിനലിലാണ് നമ്മളുടെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ആ ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൈലിങ്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്കൈലിങ്ക് വന്നിട്ടുണ്ട്. നമ്മളിനി കയറാൻ പോവാം. അപ്പോൾ ടെർമിനൽ എത്തി. ഇത് ഈ എയർപോർട്ടിൻ്റെ ഏറ്റവും അറ്റത്തെ ടെർമിനലാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ പോകുന്നത് ഡാലസിൽ നിന്ന് ഓസ്റ്റിനിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതൊരു 1 hour ഫ്ലൈറ്റ് ഉള്ളൂ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് ഒരു കുട്ടി ഫ്ലൈറ്റിലാണ്. അപ്പോൾ അതേ നടന്ന് നമ്മുടെ ഗേറ്റ് എത്താറായിട്ടുണ്ട്. ഇനി നേരെ ഗേറ്റിൽ പോയി ഇരിക്കുക, ഫുഡ് മേടിച്ചുകൊണ്ട് വരിക, കഴിക്കുക. അതാണ് അടുത്ത പരിപാടി. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രാപ്പ് മിസ് ചെയ്തിട്ട് വയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഫ്രാപ്പും പിന്നെ 2 ബർഗറും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സിമ്മുക്കുട്ടീനെ ആണെങ്കിൽ ഫ്ലൈറ്റ് വാച്ചിങ്ങിനായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചിരുത്തിയേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ആ നേരെ കാണുന്ന ഫ്ലൈറ്റ് പോലത്തെ ഒരു കുട്ടി ഫ്ലൈറ്റാണ് കേട്ടോ ഞങ്ങളുടെ. ഈ ഫ്ലൈറ്റുകളെല്ലാം തന്നെ അമേരിക്കൻ എയർലൈൻസിൻ്റെ ആണ് കേട്ടോ. പക്ഷേ അവർ ഈ കുട്ടി ഫ്ലൈറ്റുകളെ അമേരിക്കൻ ഈഗിൾ എന്നാണ് പേരിട്ടേക്കണേ. സിമ്മുക്കുട്ടിയുടെ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വിൻഡോസ് തുറക്കലും അടക്കലും.
എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ കയറിയ ഫ്ലൈറ്റുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ടർബുലൻസ് ഫീൽ ചെയ്തൊരു ഫ്ലൈറ്റായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കണേ. കയറിയപ്പോൾ തൊട്ട് ആക്ച്വലി ഇവിടെ ഒരു ഡാലസിൽ ഒരു സ്റ്റോം വരാൻ വേണ്ടി പോകണ്ടായിരുന്നു. അതിൻ്റെ ക്ലൗഡി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇതൊരു ഷോർട്ട് ഫ്ലൈ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് അധികം ഹൈറ്റിൽ പോകണ്ടായിരുന്നില്ല. സാധാരണ ഫ്ലൈറ്റുകൾ പോകുന്ന ഹൈറ്റിൽ ഇത് പോകണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ക്ലൗഡിൻ്റെ ഇടയ്ക്കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്റ്റേബിളായി. പിന്നെ വീണ്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതുകൊണ്ട് ഫുൾ ടൈം സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനലി നമ്മൾ നമ്മുടെ ഓസ്റ്റിനിൽ ലാൻഡ് ചെയ്തു. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കയറിയാൽ മതി എന്നൊരൊറ്റ വിചാരമുള്ളൂ. അത്രയും ടയേർഡായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് 36 hours എന്തോ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ എയർപോർട്ടെത്തി. ഇമിഗ്രേഷനൊക്കെ ഓൾറെഡി ഡാലസിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി ഇവിടെ നമുക്ക് നേരെ നമ്മുടെ ബാഗേജ് എയർപോർട്ടിൽ ഇറങ്ങുക, നമ്മുടെ ബാഗേജിലൊക്കെ വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. ബാഗേജ് കറൗസിങ്ങിനെടുത്ത് കുറേ നേരം നിന്നിട്ടും ഞങ്ങളുടെ ബാഗ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി നിങ്ങൾ സമയം കളയണ്ട, നേരെ ബാഗേജ് ക്ലെയിമിൽ പോയി ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ അമേരിക്കൻ എയർലൈൻസിൻ്റെ ബാഗേജ് ക്ലെയിമിൽ പോയി ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ ബാഗ് ഡാലസിൽ എവിടെയോ മിസ്സായി കിടക്കുകയാണ്, 48 hours വീട്ടിലെത്തിച്ചേരാമെന്ന്. പിന്നെ ഞങ്ങൾ അത് ഓക്കെയും പറഞ്ഞ് നമ്മളിങ്ങ് പോന്നു. വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിമ്മുവിനെ ഒന്ന് കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് ഉറക്കുക എന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. സോ ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചി ടു ഓസ്റ്റിൻ ട്രിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ ആൻഡ് യു ഗൈസ് ഹാവ് എ ഗുഡ് വൺ.